ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ വാൾ ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നമുക്ക് ആ കാർഡ്ബോർഡിൽ മുഴുവനായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ കാർഡ്ബോർഡ് ഇതുപോലെ കട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് കേക്കിൻ്റെ ബോർഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കാർഡ്ബോർഡ് മുഴുവനായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനൊരു ബോർഡറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ക്ലേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഇതുപോലത്തെ എയർ ഡ്രൈ ക്ലേ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സിലിക്കണിൻ്റെ മോൾഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മോൾഡിൽ ഒരു 4-5 ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഹാഫ് ബീഡായിട്ട് വരുന്ന ആ ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ക്ലേ എടുത്തിട്ട് മോൾഡിൽ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് മുകളിൽ എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഇതുപോലെ ബ്ലേഡ് എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ഇതുപോലത്തെ മോൾഡ് ഇല്ലെങ്കിൽ ക്ലേ ചെറിയ ഹാഫ് ബീഡ് പോലെ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സാമ്പാറിൻ്റെ ഒക്കെ പരിപ്പിട്ടല്ലോ അത് വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി അതാ കാർഡ്ബോർഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ കാർഡ്ബോർഡിൽ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ബോർഡർ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കെല്ലാം ഒരുമിച്ച് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അത് വിട്ടുപോയതായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കാർഡ്ബോർഡിൽ പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ബോർഡർ ഒട്ടിച്ചതിന് ശേഷം എല്ലാത്തിനും ഒരുമിച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ബോർഡർ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ബോർഡർ മുഴുവനായിട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആവണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. റെഡ് കളർ ഫോം ഷീറ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. എന്നിട്ട് അതിലൊരു റൗണ്ട് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ റൗണ്ട് ഷേപ്പ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ 8 പാർട്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് കട്ട് ചെയ്യേണ്ട, ഹാഫായിട്ട് കേട്ടോ. നമ്മൾ ഫ്ലവർ പെറ്റൽ ഉണ്ടാക്കൂലേ അതുപോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 8 പാർട്ടായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ പെറ്റലും ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു 4 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെല്ലാം അയൺ ബോക്സിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ചൂടാക്കി ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണം. അയൺ ബോക്സ് ഒരു മീഡിയം ചൂടിലൊക്കെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലവറിനെ ഞാൻ കുറച്ചുകൂടെ പെറ്റലായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ 8 പെറ്റലാണല്ലോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇതിനൊരു 16 പെറ്റലായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നും നമുക്ക് ഓരോ ഫ്ലവർ ബഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ലീവ്സുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രീൻ ഫോം ഷീറ്റ് വെച്ചിട്ട്. അതും ഞാൻ അയൺ ബോക്സിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോം ഷീറ്റിന് ചെറിയ പീസുകളായിട്ട് സ്റ്റെമ്മ് പോലെയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് ആ കാർഡ്ബോർഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റെമ്മ് പോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഫ്ലവേഴ്സായിട്ട് അതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു പീസ് വെച്ചിട്ട് നമ്മളൊരു ഫ്ലവർ ബഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള സ്ഥലത്തായിട്ട് ലീവ്സുകൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ലീവ്സും വലിയ ലീവ്സും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫോം ഷീറ്റിൽ നിന്ന് ചെറിയ തിന്നായിട്ടുള്ള പീസുകൾ കട്ട് ചെയ്തെടുത്ത് അതും കൂടെ അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1-2 ഫ്ലവർ ബഡും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സും ലീവ്സും ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് ബീഡ് പോലെ വൈറ്റോ ബ്ലാക്കോ ഒക്കെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ആ ബോർഡർ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റാലിക് ഗോൾഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെറ്റാലിക് ഗോൾഡോ അല്ലെങ്കിൽ സിൽവറോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. രണ്ടായാലും ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാൾ ഡെക്കറാണ് കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് വാളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പോ അല്ലെങ്കിൽ ജൂട്ട് ത്രെഡോ ബാക്ക് സൈഡിലോ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനലിൽ ആഴ്ചയിൽ 3 ദിവസമാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. വൈകുന്നേരം 5:30ക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. Thank you.